പ്രൈസ് ദി ലോർഡ്. നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, പ്രേ വിതൗട്ട് സീസിങ്. നമ്മൾ എപ്പോഴും പ്രാർത്ഥനയുടെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ കാണണം. നമ്മൾ കേട്ടിട്ടുണ്ട് 24/365 ഡേയ്സ് നമ്മൾ പ്രാർത്ഥിക്കുന്നവരായിട്ട് നമ്മൾ മാറണം. അതെങ്ങനെയാണ് അത് സാധിക്കുന്നത് അല്ലേ? എന്നാൽ നമ്മൾ ബ്രീതിങ് വിതൗട്ട് സീസിങ്, നമ്മൾ ശ്വാസമെടുക്കുന്നത് ശ്വസിക്കാതിരുന്നു കഴിഞ്ഞാൽ നാം മരിച്ചു പോകും. അതുപോലെ തന്നെയാകുന്നു പ്രാർത്ഥന, പ്രേ വിതൗട്ട് സീസിങ്. നമ്മൾ വിചാരിക്കും രാത്രിയിൽ കിടന്ന് ഉറങ്ങുന്ന ഉടനെ നമ്മൾ ശ്വസിക്കുന്നുണ്ടല്ലോ അല്ലേ? അതുപോലെ തന്നെയാകുന്നു നമ്മൾ പ്രാർത്ഥിക്കുന്നുടനെ ദിവസം മുഴുവൻ നമ്മൾ പ്രാർത്ഥനയുടെ ആത്മാവ് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിലും നമ്മൾ രാത്രിയിൽ കിടക്കുമ്പോൾ നമ്മളിലുള്ള പരിശുദ്ധാത്മാവ് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുകയാകും. അതുകൊണ്ട് 1 is pray without ceasing. 2, വാട്ട് ഈസ് വേർഷിപ്പ്? പള്ളിയിൽ പോകുന്നതോ പാട്ട് പാടുന്നതോ കത്രിമേശ എടുക്കുന്നതോ അതെല്ലാം an act of worship ആകുന്നു. എന്നാൽ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, വേർഷിപ്പ് ഈസ് എക്സ്പ്രസിങ് യുവർ ലവ്. ഹൃദയം നിറഞ്ഞ് ദൈവസന്നിധിയിൽ എന്ത് ചെയ്താലും ദൈവത്തോടുള്ള സ്നേഹം, ദൈവത്തോടുള്ള ആ ഒരു ഇൻറ്റിമസി, ആ സ്നേഹം നിറഞ്ഞ് നമ്മൾ എന്ത് ചെയ്താലും അതൊരു വേർഷിപ്പായിട്ട് മാറും. ആമേൻ, ഹല്ലേലൂയ. 3, വാക്കിംഗ് ഇൻ ഹോളി സ്പിരിറ്റ്. ഓൾഡ് ടെസ്റ്റ്മെൻറ്റ് ഡേയ്സിൽ നമ്മൾ ലോ അനുസരിച്ച് ജീവിച്ചിരുന്നു. എന്നാൽ ന്യൂ ടെസ്റ്റ്മെൻറ്റ് ഡേയ്സിലായി വരുമ്പോഴത്തേനും അക്ഷരത്തിൻ്റെ പഴക്കത്തിലല്ല, ആത്മാവിൻ്റെ പുതുക്കത്തിലാകുന്നു നമ്മൾ ജീവിക്കേണ്ടത്. അതുകൊണ്ട് ആത്മാവിൻ്റെ നടപ്പിൽ നമ്മൾ എപ്പോഴും വാക്ക് ഇൻ ദ ഹോളി സ്പിരിറ്റ്, എപ്പോഴും പരിശുദ്ധാത്മാവ് നിരന്തരമായിട്ട് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നുണ്ട്. സോ അത് കോൺഷ്യസ് ആയിട്ട് നമ്മൾ ആ ഒരു പരിശുദ്ധാത്മാവിനോട് കൂടെ ചേർന്ന് നമ്മൾ എല്ലാ സമയവും ജീവിക്കണം. 4, നമുക്ക് ഒരു ശത്രുവേ നമുക്കുണ്ടായിരിക്കാൻ പാടുള്ളൂ, അത് പിശാച് മാത്രം. ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുന്നുണ്ടേ ഒരു വിശ്വാസിയാണെങ്കിൽ വേറെ ആരും ഒരു ശത്രുവായിട്ട് നമ്മൾ കാണുവാനായിട്ട് പാടില്ല. 5, ബ്ലഡ് ഓഫ് ജീസസ്. യേശുവിൻ്റെ രക്തം നമ്മുടെ ശരീരത്തിൽ കൂടി ഉച്ചി മുതൽ ഉള്ളങ്കാൽ വരെ ഓടുന്നതായിട്ട് നമുക്കറിയാം. ആ രക്തമാകുന്നു നമ്മളെ വീണ്ടെടുത്തിരിക്കുന്ന രക്തം. ആ രക്തം ഹല്ലേലൂയ നമുക്ക് വേണ്ടി സംസാരിക്കുന്നു. സകല പാപവും പോക്കി ശുദ്ധീകരിപ്പാൻ യോഗ്യമാകുന്ന രക്തമാകുന്നു. അത് ഒരു നദിയിൽ വലിയൊരു വെള്ളച്ചാട്ടം ഉണ്ടായിട്ട് ഭയങ്കരമായിട്ടുള്ള ഒരു ഒഴുക്കിലേക്ക് ആ നദി കടന്നു വന്നു. നമ്മൾ വാച്ച് ചെയ്യുന്നുണ്ട്, നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതിൻ്റെ അകത്ത് കിടക്കുന്നതായിട്ടുള്ള എല്ലാ സാധനങ്ങളും, എല്ലാ ചപ്പും ചവറും ആണെങ്കിലും എല്ലാ സാധനങ്ങളെയും അത് കൊണ്ടുപോയി ആ ഒഴുക്കിനനുസരിച്ച് അതും എടുത്തുകൊണ്ട് വേറെ സ്ഥലങ്ങളിലേക്ക് വേണ്ടാത്തടത്തേക്ക് കൊണ്ട് കളയുന്നതായിട്ട് നാം കാണുന്നു. അതുപോലെയാകുന്നു നമ്മൾ യേശു കർത്താവിൻ്റെ രക്തം നമ്മുടെ ശരീരത്തിൽ കൂടി നമ്മൾ വിശ്വസിച്ച് ഇന്ന് നമ്മൾ ഏറ്റെടുക്കണം. യേശുവിൻ്റെ രക്തം നമ്മൾ പ്രാർത്ഥിക്കുന്നവരാകും. നമുക്ക് സൗഖ്യം വേണം, നമുക്ക് വിടുതൽ വേണം. എന്നാൽ നമ്മൾ വിശ്വസിച്ച് ഏറ്റെടുക്കണം. ആ യേശുവിൻ്റെ രക്തം ഉച്ചി മുതൽ ഉള്ളങ്കാൽ വരെ അത് ഒഴുകുന്നുടനെ ആ ഒഴുക്കിൻ്റെ നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തുള്ള എല്ലാ ചപ്പും ചവറും ആ ഒഴുക്കിൻ്റെ ശക്തിയാൽ നമ്മൾ വിശ്വസിച്ച് ഏറ്റെടുക്കണം. എങ്കിൽ മാത്രമേ ഇതെല്ലാം നമുക്ക് സംഭവിക്കത്തുള്ളൂ. ആ ഒഴുക്കിൻ്റെ യേശുവിൻ്റെ രക്തത്തിൻ്റെ ശക്തിയാൽ ഇതെല്ലാം നമ്മുടെ ശരീരത്തിൽ എല്ലാ രോഗങ്ങളും, എല്ലാ പ്രയാസങ്ങളും, എല്ലാ കഷ്ടങ്ങളും, എല്ലാ ദുഃഖങ്ങളും വിശ്വസിച്ച് ഏറ്റെടുക്കണം. ഈ ഒഴുക്കിൽ കൂടെ കടന്നു പോകുമ്പോൾ ഇതെല്ലാം എടുത്ത് മാറ്റി ദൂരെ കളയുന്നതായിട്ടുള്ള ഒരനുഭവം നമ്മുടെ ജീവിതത്തിൽ വേണം. അങ്ങനെ ആയിരിക്കണം നമ്മൾ വിശ്വസിച്ച് ഏറ്റെടുക്കണം യേശുവിൻ്റെ രക്തം എന്നിൽ പ്രവർത്തിക്കുന്നത്. 6, മോശ 40 വർഷം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. രാജധാനിയിൽ രാജകൊട്ടാരത്തിൽ ജീവിച്ചു. അതോടൊപ്പം 40 വർഷം അത് കഴിഞ്ഞിട്ട് മരുഭൂമിയിൽ ജീവിച്ചതായിട്ട് നാം കാണുന്നു. അത് കഴിഞ്ഞിട്ടുള്ള വർഷം ഹല്ലേലൂയ, മോശെ എല്ലാത്തിനും വേണ്ടി ഈ 40 വർഷം പാലസിൽ ജീവിച്ചത് അല്ലെ മരുഭൂമിയിൽ ജീവിച്ചത് എല്ലാത്തിനും വേണ്ടി മോശെ ഒരുക്കുകയായിരുന്നു. ഹല്ലേലൂയ, പിന്നീടുള്ള ഒരു ജീവിതത്തിന് വേണ്ടി ഒരുക്കുകയായിരുന്നു.
നമ്മൾ നമ്മളെ കടത്തിക്കൊണ്ട് പോകുന്ന ദിവസങ്ങൾ, മാസങ്ങൾ, വർഷങ്ങൾ, ഒരുപക്ഷെ നമ്മൾ പറയും ഭയങ്കരമായിട്ടുള്ള പ്രയാസത്തിൽ കൂടി നാം കടന്നുപോയി, അല്ലെങ്കിൽ തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര വിഷമം വരുന്ന രീതിയിലായിരുന്നു, അല്ല അവസ്ഥകളാകുന്നു എൻ്റെ ജീവിതത്തിൽ ഞാൻ കടന്നുപോയത്. എന്നാൽ നമ്മളെ ഓരോരുത്തരെയും ആ കടന്നുപോയ വർഷങ്ങൾ കൂടി നമ്മളെ ഒരുക്കുകയായിരുന്നു. നമ്മുടെ പിന്നത്തേതിലെ ഹല്ലേലൂയ ഒരു ജീവിതത്തിലേക്ക് കർത്താവ് നമ്മളെ ഒരുക്കിയതാകുന്നു. ഏഴാമത്തേത് ബെനിഹിൻ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ ഇപ്രകാരം പറയുന്നു. കാത്രിൻ കുൾമാൻ അത് ദൈവഭക്തിയായിട്ടുള്ള ഒരു സ്ത്രീയായിരുന്നു. ആ സ്ത്രീ അത് പ്രസംഗിക്കാനായിട്ട് സ്റ്റേജിൽ വരുന്ന ഉടനെ പല പ്രാവശ്യങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ രക്തത്താലെല്ലാം അനേക രോഗികൾ സൗഖ്യമായി വിടുതൽ കിട്ടി. അതുപോലെ തന്നെയാകുന്നു ചില ദിവസങ്ങളിൽ കാത്രിൻ കുൾമാന് ജനങ്ങളുടെ ഇടയിൽ കൂടെ എഴുന്നേറ്റ് നടന്ന് ഹല്ലേലൂയ. അപ്പോൾ അവിടെയുള്ള രോഗികളെല്ലാം ഒന്നും പറഞ്ഞില്ല, ജസ്റ്റ് നടന്നതേ ഉള്ളൂ. രോഗികൾ സൗഖ്യമായെന്ന് വായിക്കുവാനിടയായി, അല്ലെങ്കിൽ മനസ്സിലാക്കുവാനിടയായി. എന്തുകൊണ്ടാകുന്നു? ദ പ്രസൻസ് ഓഫ് ദ ലോർഡ് വിച്ച് വാസ് ഇൻ ഹെർ അത് ട്രാൻസ്മിറ്റ് ചെയ്തു. അവിടെ ഉണ്ടായിരുന്ന രോഗികളുടെ മേലെ ആ പ്രസൻസ് ഓഫ് ലോർഡ് കടന്നു വന്നപ്പോൾ ഈ രോഗങ്ങളിൽ നിന്നൊക്കെ സൗഖ്യം കിട്ടിയതായിട്ട് വായിച്ചു. ഹല്ലേലൂയ. നമ്മളൊരു ചെടി നട്ടു കഴിഞ്ഞാൽ നമ്മളതിന് കുഴിയെടുത്ത് ചെടി നട്ടിട്ട് വെള്ളവും വളവും എല്ലാം ഇട്ട് കൊടുക്കും. എന്നാൽ അതിനെ വളരുമാറാക്കുന്ന ആരാകുന്നു? ദൈവമാകുന്നു വളരുമാറാക്കും. അതുപോലെ നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മുടെ കരങ്ങളിലേക്ക് കർത്താവ് തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. അവർക്ക് ഭക്ഷണവും അവർക്ക് സംരക്ഷണയും ഈ ലോകത്തിൽ അവർക്ക് ചെയ്യാവുന്നതൊക്കെ നമ്മൾ ചെയ്തു കൊടുത്തു. എന്നാൽ അവരെ വളർത്തുമാറാക്കുന്നത് കർത്താവിന് മാത്രമേ സാധിക്കത്തുള്ളൂ. കർത്താവിൻ്റെ കുഞ്ഞുങ്ങളാകുന്നു അവർ. ഇന്ന് നമ്മൾ ദൈവത്തിൻ്റെ സാന്നിധ്യം എന്നതിനെക്കുറിച്ചാകുന്നു ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആദാമും ഹവ്വായും സ്വന്തം സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ടവരായിട്ടുള്ള മനുഷ്യർ, അവരുടെ കൂടെ കർത്താവ് കൂട്ടായ്മ എല്ലാ ദിവസവും അവരുടെ കൂടെ കൂട്ടായ്മ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ അവരുടെ കൂടെ ആ ഗാർഡനിൽ വന്ന് നടക്കുമായിരുന്നു. അവരോട് അതുപോലെ ഇൻറ്റിമേറ്റായിട്ട് അവരോട് സംസാരിക്കുകയും ഇടപെടുകയും ചെയ്തു. അതുപോലെ മോശയ്ക്ക് ദൈവം മുൾപ്പടർപ്പിൽ കൂടെ സംസാരിച്ചു. അബ്രഹാം 12-ാമത്തെ അധ്യായത്തിൽ പറയുന്നത് അവിടെ നിന്ന് കാണുവാനായിട്ട് സാധിക്കുന്നു. ദൈവം അബ്രഹാമിനോട് സംസാരിച്ചതായിട്ട് നാം കാണുന്നു. അതുപോലെ തന്നെ നോഹയുടെ കാലത്ത് ലോകം പാപത്തിൽ നിറഞ്ഞ് ലോകത്തെ നശിപ്പിക്കുവാനായിട്ട് ദൈവം തയ്യാറായപ്പോൾ നോഹയെ നീതിമാൻ എന്ന മനുഷ്യനായിട്ട് കാണുകയും നോഹയോട് ഇടപെടുകയും സംസാരിക്കുകയും ചെയ്ത് അതിനനുസരിച്ച് പെട്ടകം പണിയുവാനായിട്ട് ദൈവം പറഞ്ഞനുസരിച്ച് പെട്ടകം പണിത് തൻ്റെ കുടുംബം അതിൽ രക്ഷപ്പെട്ടതായിട്ട് നാം കാണുന്നു. അങ്ങനെ പഴയ നിയമകാലത്ത് വയ പ്രോഫറ്റ്സ്, ഓഡിബിൾ വോയിസസ്, സ്വപ്നങ്ങൾ, വിഷൻസ്, ഏഞ്ചൽസ് എല്ലാം വഴി മനുഷ്യരോട് ദൈവം സംസാരിച്ചു കൊണ്ടിരുന്നു. ഹല്ലേലൂയ. ജോഷുവ, സാമുവൽ, ഐസയ, എസക്കിയേൽ, ആമോസ്, ജെറമ്യ, ഡാനിയേൽ ഇവരെ കൂടെ എല്ലാം ദൈവം നേരെ സംസാരിച്ചു. ഗോഡ് ഹാഡ് എൻ ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പ് വിത്ത് ഓൾ ദീസ് പീപ്പിൾ. പഴയ നിയമത്തിൻ്റെ അവസാനത്തെ ബുക്ക് മലാഖി നമ്മൾ വായിക്കുമ്പോൾ അത് കഴിഞ്ഞിട്ട് 430 വർഷങ്ങൾ ദൈവം സംസാരിച്ചിട്ടില്ല ആരോടും. ലോകത്തെ രക്ഷിപ്പാനായിട്ട് ഒരു രക്ഷകനെ നമുക്ക് ദൈവം നൽകി. യേശുവിൻ്റെ മേരിക്ക് ദൂതൻ പ്രത്യക്ഷനായി സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ളൊരു മഹാസന്തോഷം അറിയിച്ചു. യേശു അങ്ങനെ ഈ ലോകത്തിലേക്ക് കടന്നു വന്നു. എന്താണ് നമ്മൾ ദൈവസാന്നിധ്യം? ഗോഡ് ഈസ് ഓംനി പ്രസൻറ്റ്, ഓംനി പൊട്ടൻറ്റ്. ദൈവം എല്ലായിടത്തും ഉണ്ട്. ഒരു ദൈവവൈതലിൻ്റെ ജീവിതത്തിൽ രക്ഷിക്കപ്പെടുന്ന ആ നിമിഷം മുതൽ പരിശുദ്ധാത്മാവ് നമ്മിൽ വസിക്കുന്നു. ദൈവസാന്നിധ്യം കടന്നു വരുന്നു. ഒരു രക്ഷിക്കപ്പെടുന്ന വ്യക്തിയുടെ ജീവിതത്തിലേക്ക് ദൈവസാന്നിധ്യം ആദ്യം കടന്നു വരുന്നത് പരിശുദ്ധാത്മാവിൽ കൂടിയാകും. അത് കഴിഞ്ഞിട്ട് യേശു നമുക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചു എന്ന അറിവ്, യേശുവിൻ്റെ സാന്നിധ്യം, യേശുവിൻ്റെ സ്നേഹം, ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ വെറുതെ ഒരു അറിവായിട്ട് മാത്രം ഇരിക്കാതെ
ഇത് അത് പേഴ്സണലായിട്ട് ഏറ്റെടുത്തുകൊണ്ട് അമീൻ ഹല്ലേലൂയ, അത് നമ്മുടെ ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പായിട്ട് നമ്മളത് മാറ്റി തീർക്കണം കർത്താവുമായിട്ട്. അപ്പോൾ മാത്രമേ ഇവയെല്ലാം നമ്മിൽ കൂടി മാനിഫെസ്റ്റ് ചെയ്ത് നമ്മളിൽ കൂടി ദൈവത്തിന് പ്രവർത്തിക്കുവാനായിട്ട് സാധിക്കും. പലപ്പോഴും നാം സ്വന്തമായിട്ട് ഇത് ഏറ്റെടുക്കുന്നില്ല. പലപ്പോഴും അതാണ് സംഭവിക്കുന്നത്. നമ്മിൽ ഈ ദൈവ സാന്നിധ്യം ഇറങ്ങിയാൽ പിന്നെ നാം ദൈവത്തിൻ്റേതാണ്. നമ്മൾ പറയുന്ന പോലെ ഷീസ് മൈൻ, ദിസ് ഈസ് മൈൻ നമ്മൾ പറയത്തില്ലേ, അങ്ങനെ. പിന്നെ നമ്മൾ കർത്താവിൻ്റേതാണ്. ദൈവിക സാന്നിധ്യം നമുക്ക് സൂപ്പർ നാച്ചുറലായിട്ട് ഫിലിപ്പിയൻസ് 4:6-7 പറയുന്നു, സകല ബുദ്ധിയും കവിയുന്നതായിട്ടുള്ള ദൈവിക സമാധാനം കൊണ്ട് നമ്മളെ നിറയ്ക്കുന്നു. ആ ദൈവിക സാന്നിധ്യം നമ്മളിലേക്ക് കടന്നു വരുന്ന ഉടനെ ആമേൻ ഹല്ലേലൂയ, പരിശോധനകൾ വരുമ്പോൾ അതിനെ അതിജീവിക്കുവാൻ കഴിയും. ആമേൻ. നമ്മുടെ ജീവിതത്തിൽ ദൈവസാന്നിധ്യം കൊണ്ട് എന്താകും നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുന്നത്? പരിശോധനകൾ വരുമ്പോൾ അതിൽ കൂടി കടന്നു പോകാനും അതിനെ അതിജീവിക്കുവാനായിട്ട് സാധിക്കും. സങ്കീർത്തനം 4:8 പറയുന്നു, ഞാൻ സമാധാനത്തോടെ കിടന്ന് ഉറങ്ങും. ദൈവസാന്നിധ്യം നമുക്ക് എന്തെല്ലാം തരുന്നു. പ്രയാസങ്ങൾ കൂടി നാം എങ്ങനെ കടന്നു പോകണമെന്ന് നമ്മെ പഠിപ്പിക്കുന്നു ദൈവസാന്നിധ്യം. അനേക മണിക്കൂർ ദൈവസാന്നിധ്യത്തിൽ ഇരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നു. സന്തോഷത്തിൻ്റെ ഒരു ഫുൾനെസ് എത്തിക്കുന്നു. നമ്മുടെ പ്രശ്നങ്ങൾ മാറുവാൻ വിശ്വാസത്തിൽ ഉറപ്പിലേക്ക് നമ്മളെ എത്തിക്കുന്നു. പേടിയിൽ നിന്നും, ഭീതിയിൽ നിന്നും, വെപ്രാളത്തിൽ നിന്നും, പരിഭ്രാന്തിയിൽ നിന്നും, ആങ്സൈറ്റിയിൽ നിന്നും കർത്താവ് നമ്മളെ രക്ഷിച്ചു വിടുവിക്കുന്നു. അതായത് സുവിശേഷം 28:20 പറയുന്നു, ഞാൻ നിന്നോട് കൂടെ എപ്പോഴുമുണ്ട്. 139 സങ്കീർത്തനത്തിൽ, ഞാൻ നിന്നെ ഒളിച്ച് എനിക്ക് എങ്ങോട്ടും പോകാനായിട്ട് സാധിക്കത്തില്ല. സ്വർഗത്തിൽ കയറിയാൽ നീ അവിടെയുണ്ട്, ഭൂമിയുടെ അറ്റത്ത് പോയാൽ നീ അവിടെയുണ്ട്, സമുദ്രത്തിൻ്റെ അടിയിൽ പോയാൽ നീ അവിടെയുണ്ട്. ജോഷുവ 1:9 പറയുന്നു, നീ എവിടെ പോയാലും ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. ഐസായ 41:10, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഭ്രമിച്ച് നോക്കണ്ട, ഞാൻ നിൻ്റെ ദൈവമാകും. 1 കൊരിന്ത്യൻസ് 3:16 പറയുന്നു, ഞങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരം ഞാൻ നിങ്ങളിൽ വസിക്കുന്നു. യോഹന്നാൻ്റെ 15:5 പറയുന്നു, ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു. യേശുക്രിസ്തുവിൻ്റെ സാന്നിധ്യം. അപ്പോൾ ഈ വേഴ്സസിൽ നിന്നെല്ലാം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്, വചനപ്രകാരം കർത്താവ് നമുക്ക് പ്രോമിസ് തന്നിട്ടുണ്ട്, ദൈവം നമ്മോട് കൂടെയുള്ള ദൈവമാകുന്നു. നമ്മുടെ ജീവിതത്തിൽ ആ ദൈവസാന്നിധ്യം അനുഭവിക്കുവാൻ തക്കവണ്ണം ഇതുവരെ നമ്മൾ അനുഭവിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ആ ദൈവസാന്നിധ്യം മനസ്സിലാക്കണം, തിരിച്ചറിയണം. യേശു കർത്താവിൻ്റെ സാന്നിധ്യം എക്സ്റ്റേണൽ ആൻഡ് ഇൻറ്റേർണൽ ഉണ്ട്. എക്സ്റ്റേണൽ മീൻസ് ജനറലായിട്ടുള്ള ഒരു ദൈവസാന്നിധ്യമുണ്ട്. ലോകത്തെല്ലായിടത്തും ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട്. എന്നാൽ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിൽ ഇൻറ്റേർണൽ, നമ്മുടെ ഉള്ളിലും ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട്. അത് നമുക്ക് തിരിച്ചറിയണം. ഇമ്മാനുവൽ എന്ന് പറഞ്ഞാൽ ദൈവം നമ്മോട് കൂടെ. അതുകൊണ്ട് കർത്താവ് എപ്പോഴും നമ്മോട് കൂടെയുണ്ട്. ജീസസ് ക്രൈസ്റ്റ് ഇസ് എ ഫിസിക്കൽ മാനിഫെസ്റ്റേഷൻ ഓഫ് ഗോഡ് ഓൺ എർത്ത്. ആമീൻ ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 18:20 പറയുന്നു, 2-3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും ഞാൻ അവരുടെ മധ്യത്തിലുണ്ട് എന്ന ദൈവത്തിൻ്റെ വചനം. കമ്മ്യൂണിറ്റി ഓഫ് ബിലീവേഴ്സ് ഓർ കോർപ്പറേറ്റ് വേർഷിപ്പ്, ഇവിടെയെല്ലാം ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങി വരുന്നതായിട്ട് നാം കാണുന്നു. ബിക്കോസ് ബിലീവേഴ്സ് ഒരുമിച്ചിരുന്ന് ദൈവത്തെ ആരാധിക്കുമ്പോൾ, വിളിച്ചപേക്ഷിക്കുമ്പോൾ ദൈവിക സാന്നിധ്യം വ്യക്തിപരമായിട്ട് അവരുടെ നടുവിൽ വെളിപ്പെട്ട് വരുന്നതായിട്ട് നാം കാണുന്നു. എങ്ങനെ ദൈവസാന്നിധ്യം നമുക്ക് അനുഭവിക്കാം? വചനത്തിൽ കൂടി. നമ്മൾ വചനത്തിൽ കൂടി, അതാകുന്നു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം വചനത്തെ പരിശുദ്ധാത്മാവ് വചനത്തെ ജീവനുള്ളതാക്കുന്നു. ആമീൻ ഹല്ലേലൂയ. പ്രാർത്ഥനയാലും ആരാധനയാലും പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം, സമാധാനം, സന്തോഷം നാം അനുഭവിക്കുന്നു. ദൈവത്തിൻ്റെ നിയർനെസ് നാം അറിയുന്നു. കോൺസ്റ്റൻറ്റ് പ്രസൻസ്, എപ്പോഴും ആ ദൈവിക സാന്നിധ്യം എപ്പോഴും നമ്മൾ മനസ്സിലാക്കുവാനായിട്ട് നമ്മളെ കൊണ്ട് സാധിക്കുന്നു. പിന്നെ നമ്മളെ വാക്ക് ബൈ ഒബീഡിയൻസ് ആൻഡ് ഫെയ്ത്ത്, അനുസരണയാലും വിശ്വാസത്താലും ജീവിക്കുവാനായിട്ട്, നടക്കുവാനായിട്ട് നമ്മളെ സഹായിക്കുന്നു. കർത്താവിൻ്റെ പുറപ്പാട് ദിവസം 33:14 നമ്മളോട് പറയുന്നു, അതിനവൻ എൻ്റെ സാന്നിധ്യം നിന്നോട് കൂടെ പോരും, ഞാൻ നിനക്ക് സ്വസ്ഥത നൽകും. ആമേൻ.
നമുക്കെല്ലാവർക്കും അറിയാം, ഇത് മോശയോട് പറഞ്ഞ വാക്കുകളാകുന്നു. പുറപ്പാട് ബൈബിൾ രണ്ടാമത്തെ പുസ്തകമാകുന്നു. ഈ പുറപ്പാട് പുസ്തകത്തിൽ മിസ്രൈമിൻ്റെ അടിമത്തത്തിൽ നിന്ന് ഇസ്രായേലിനെ കർത്താവ് രക്ഷിച്ച്, ആമീൻ ഹല്ലേലൂയ, ഇസ്രായേൽ മക്കളുടെ യാത്രയെക്കുറിച്ച് പറയുന്നു. നമ്മുടെ ജീവിതവും ഒരു യാത്രയാകുന്നു. അമ്മയുടെ ഗർഭത്തിൽ നിന്ന് ലോകത്തിലേക്ക്, ലോകത്തിൽ നിന്ന് ആമീൻ ഹല്ലേലൂയ, ലോകത്തിൽ നിന്ന് സ്വർലോകത്തിലേക്ക് ഒരു യാത്ര. ഈ യാത്രയിൽ മോശയുടെ ഒരു പ്രാർത്ഥന ദൈവത്തോട്, നിൻ്റെ സാന്നിധ്യം എന്നോട് കൂടെ പോരുന്നില്ലെങ്കിൽ ആമീൻ പോരണമേ എന്ന് കർത്താവിനോട് അപേക്ഷിച്ചു. ഉടനെ തന്നെ എൻ്റെ സാന്നിധ്യം നിൻ്റെ മുമ്പേ പോകുമെന്ന് കർത്താവ് വാഗ്ദത്തം ചെയ്തു. നമ്മുടെ ജീവിതത്തിൽ ഇൻവൈറ്റ് ജീസസ് ടു എവ്രി സിറ്റുവേഷൻ ആൻഡ് എവ്രി ഏരിയ ഓഫ് യുവർ ലൈഫ്. ഐ മീൻ ഹല്ലേലൂയ. നമ്മൾ എന്ത് സാമ്പത്തികമായിട്ടുള്ള പ്രശ്നമാകട്ടെ, അല്ലെങ്കിൽ ദാമ്പത്തിക പ്രശ്നമാകട്ടെ, ഇൻവൈറ്റ് ജീസസ്, കോൾ ജീസസ് ഇൻ ടു ദാറ്റ് സിറ്റുവേഷൻ. ഐ മീൻ കർത്താവ് അതിൻ്റെ അകത്ത് വന്ന് ഇടപെട്ട് അത് നേരെയാക്കും. ഐ മീൻ ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ എല്ലാ മേഖലകളിലും സാഹചര്യങ്ങളിലും കർത്താവിനെ വിളിച്ചു വരുത്തണം. അപ്പോൾ ആ വിഷയത്തിന്മേൽ ദൈവം ഇടപെടും. ചെറുതും വലുതുമായിട്ടുള്ള സിറ്റുവേഷൻ, കുഞ്ഞുങ്ങളുടെ വിവാഹം, പഠിത്തം, സാമ്പത്തികം, ദാമ്പത്തികം, രോഗങ്ങൾ, കഷ്ടം, പ്രയാസം, ദുഃഖം, പട്ടിണി, ഇവയിലേക്കെല്ലാം കർത്താവ് വരും. കർത്താവ് നമ്മോടുകൂടെ പോരുന്നെങ്കിൽ കെരൂബുകൾ, സെറഫുകൾ, സ്വർഗീയ സൈന്യമെല്ലാം കൂടെയുണ്ട്. മോശയുടെ പ്രാർത്ഥന, നിൻ്റെ സാന്നിധ്യം എൻ്റെ മുമ്പാകെ പോകാതിരുന്നാൽ ഞങ്ങളെ ഈ സ്ഥലത്ത് നിന്ന് കൊണ്ടുപോകരുതേ. അതുകൊണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലെ പ്രാർത്ഥന അതുപോലെ ആയിരിക്കണം. ദൈവ സാന്നിധ്യം ഉണ്ടെങ്കിൽ മാത്രമേ കർത്താവെ ഞങ്ങളെ കൊണ്ടുപോകാവേ, അല്ലെങ്കിൽ കൊണ്ടുപോകരുതേ. മീഖ പ്രവാചകന്റെ പുസ്തകം 2:13 പറയുന്നു, തകർക്കുന്നവൻ അവർക്ക് മുമ്പായി പുറപ്പെടുന്നു, അവർ തകർത്ത ഗോപുരത്തിൽ കൂടി കടക്കുകയും പുറപ്പെടുകയും ചെയ്യുന്നു. ദൈവ സാന്നിധ്യം ഇല്ലാത്ത വലിയ അനുഗ്രഹങ്ങൾ, സ്വത്തുക്കൾ എന്നിങ്ങനെയൊന്നും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ട. ദൈവസാന്നിധ്യമില്ലാത്ത സോദോം ഗൊമോറ എത്ര പുഷ്ടിയുള്ളതാണെങ്കിലും അത് നമ്മുടെ ജീവിതത്തിൽ വേണ്ട. ഇവിടെ നമുക്ക് അങ്ങനെ തീരുമാനങ്ങൾ എടുക്കുവാനായിട്ട് നമ്മുടെ ജീവിതത്തിൽ സാധിക്കുന്നുണ്ടോ? കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ ബലമുണ്ട്. ദൈവിക സാന്നിധ്യം നമ്മളിലേക്ക് കടന്നു വരുന്നുണ്ടേ നമുക്ക് ഈ അത്യന്ത ശക്തി എൻ്റെ സ്വന്തമെന്നല്ല, മൺകൂടാരങ്ങളിലേക്ക് സ്വർഗത്തിൽ നിന്ന് അത് ദാനമായി നൽകിയിരിക്കുന്നു. കർത്താവ് നമുക്ക് ബലം തരുന്നു. ഹല്ലേലൂയ. ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ. സംഖ്യാപുസ്തകം 32:32 പറയുന്നു, ഞങ്ങളുടെ അവകാശം ലഭിക്കേണ്ടതിന് ഞങ്ങൾ യഹോവയുടെ മുമ്പാകെ യുദ്ധസന്നിധരായി കനാൻ ദേശത്തേക്ക് പോകും. ഇസ്രായേൽ മക്കൾ പറയുന്നതാകുന്നു, അന്ന് വരെ അവർ ഭയങ്കരമായിട്ട് പേടിച്ചിരുന്ന ഒരവസ്ഥ. ദൈവസന്നിധിയിലെ ബലത്തെക്കുറിച്ച് അവർ ഉണർത്തുന്ന, അവർക്കത് മനസ്സിലായപ്പോൾ, മുമ്പ് അടിമത്തത്താൽ അടിമകളായിരുന്നവർ, പീഡിച്ചു നിന്നവർ ഇപ്പോൾ ഗർജിക്കുന്ന സിംഹം പോലെ മാറിയിരിക്കുന്നു. അവർ പറഞ്ഞു, ഞങ്ങളെ യഹോവയുടെ മുമ്പാകെ സന്നദ്ധരായി കനാൻ ദേശത്തേക്ക് ഞങ്ങൾ പോകുമെന്ന് പറഞ്ഞു. ദൈവ സാന്നിധ്യം മുമ്പായി ചെല്ലുമ്പോൾ നമ്മളെ എതിർത്ത് നിൽക്കാൻ ആർക്ക് സാധിക്കും? അശുദ്ധാത്മാക്കളെ തുരത്തിക്കൊണ്ട്, ആഭിചാരങ്ങളെ മുറിച്ചുകൊണ്ട്, ലോകത്തിലിരിക്കുന്നവരെക്കാളും എന്നിലിരിക്കുന്നവൻ വലിയവനെന്ന് നമ്മളപ്പോൾ ഘോഷിക്കും. സാന്നിധ്യം മുമ്പേ പോകുമ്പോൾ ചെങ്കടൽ രണ്ടായിട്ട് പിരിയും, യോർദാൻ്റെ ഒഴുക്ക് നിൽക്കും, യെരിഹോ മതിലുകൾ തകർന്നു വീഴും, സൂര്യനെയും ചന്ദ്രനെയും കൽപ്പിച്ചാൽ അവ അനുസരിക്കും. ദൈവസാന്നിധ്യം ഉണർന്ന് ദാവീദ് ഗോലിയാത്തിനെ ധൈര്യമായിട്ട് എതിർത്തു. ശദ്രക്, മേശക്, അബേദ്നെഗോ എന്നീ മൂവരും തീച്ചുളയിൽ ആനന്ദത്തോടെ നടന്നു. ദാനിയേലിനെ സിംഹങ്ങളാൽ ഒരു നാശവും വരുത്തുവാനായിട്ട് സാധിച്ചില്ല. ദൈവരാജ്യത്തെ ഉണർത്തുന്ന ദൈവമനുഷ്യൻ രാജ്യങ്ങളെ ജയിച്ചിരിക്കുന്നു, ബലഹീനതയിൽ ബലം പ്രാപിക്കുന്നു, മരിച്ചവരെ ജീവനോടെ ഉയർപ്പിച്ചിരിക്കുന്നു, മഹാ അത്ഭുതങ്ങൾ ചെയ്തിരിക്കുന്നു. സങ്കീർത്തനം 18:29 പറയുന്നു, നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിൽ നേരെ പാഞ്ഞു ചെല്ലും, എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടി കടക്കും. സാംസ് 9:3 പറയുന്നു, എൻ്റെ ശത്രുക്കൾ പിൻവാങ്ങിയാൽ ഇടറി വീണു, നിൻ്റെ സന്നിധിയിൽ നശിച്ചു പോകും. രണ്ടാമത്തേത് ദൈവസാന്നിധ്യത്തിലെ ആനന്ദം. ദൈവസന്നിധിയിൽ നമുക്ക് ആനന്ദമുണ്ട്. സാംസ് 16:11 പറയുന്നു, നിൻ്റെ സന്നിധിയിൽ സന്തോഷത്തിൻ്റെ പരിപൂർണതയും നിൻ്റെ വലത്ത് ഭാഗത്ത് പ്രമോദമുണ്ട്.
മുടിയനായ പുത്രൻ തിരിച്ചു വന്നപ്പോൾ അവനെ കൂലിക്കാരനായിട്ട് മാത്രമല്ല മകനായിട്ട് തന്നെയാകുന്നു അപ്പന് സ്വീകരിച്ചത്. പുതിയ വസ്ത്രം, മോതിരം, ചെരുപ്പ് നൽകി സ്വീകരിച്ച് അവിടെ എല്ലാവരും ആനന്ദിച്ചതായിട്ട് നാം കാണുന്നു. ആമേൻ, ഹല്ലേലൂയ. മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെ ചൊല്ലി സ്വർഗത്തിലധികം സന്തോഷം ഉണ്ട്. ഒരിക്കൽ ദാവീദിൻ്റെ പട്ടണത്തിലേക്ക് യഹോവയുടെ പെട്ടകം കൊണ്ടുവന്നു. ആമീൻ വന്നപ്പോൾ ദൈവസാന്നിധ്യത്തെക്കുറിച്ച് ഉണർന്ന് ദാവീദ് നൃത്തം ചെയ്തതായിട്ട് നാം കാണുന്നു. കഠിന പാപങ്ങൾ ചെയ്ത് ദൈവസാന്നിധ്യം നഷ്ടപ്പെട്ട വ്യക്തികളെക്കുറിച്ച് നമ്മൾ ബൈബിളിൻ്റെ അകത്ത് കാണുന്നു. അപ്പോൾ നമ്മുടെ ജീവിതത്തിലും ദൈവസാന്നിധ്യം നഷ്ടപ്പെട്ടു പോകാൻ നാം അനുവദിക്കരുത്. ദാവീദ് ബത്ശേബയുടെ കൂടെ പാപം ചെയ്തപ്പോൾ സങ്കീർത്തനം 51:11 ദൈവമേ നിൻ്റെ സന്നിധിയിൽ നിന്നെ തള്ളിക്കളയരുതേ, നിൻ്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുക്കുകയും അരുതേ. കണ്ണുനീരോടെ അപേക്ഷിച്ചു. ദൈവസാന്നിധ്യം നഷ്ടപ്പെട്ടാൽ നമ്മൾ ബലഹീനരായിപ്പോകും. ഒരു ദിവസം ശിംശോൻ ദൈവസാന്നിധ്യം വിട്ടുപോയി. യഹോവ തന്നെ വിട്ടുപോയെന്നറിയാതെ അവൻ മുമ്പിലത്തെ പോലെ കുടഞ്ഞ് എഴുന്നേക്കുവാനായിട്ട് ശ്രമിച്ചു. എന്നാൽ ഫെലിസ്ത്യരുടെ കൈകൾ അകപ്പെട്ടു. മൂന്നാമത്തേത്, ദൈവസാന്നിധ്യത്തെ നഷ്ടപ്പെട്ട ശൗല് രാജാവിൻ്റെ അന്ത്യം ഭയങ്കരമായിരുന്നു. എല്ലാ ദിവസവും നമ്മൾ ദൈവസന്നിധിയിൽ ആമീൻ ഹല്ലേലൂയ നമുക്ക് മുമ്പേ പോകുവാനായിട്ട് അപേക്ഷിക്കണം. കർത്താവ് മുമ്പേ പോകണം. ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവുമാകും. മൂന്നാമത്തെ, ദൈവസന്നിധിയിലെ അത്ഭുതങ്ങൾ. പല അത്ഭുതങ്ങൾ ദൈവസന്നിധിയിൽ നടക്കും. മോശ വടികളെ സാക്ഷ്യകൂടാരത്തിൽ യഹോവയുടെ സന്നിധിയിൽ വെച്ചു. പിറ്റേനാൾ അഹരോൻ്റെ വടി തളർത്തിരിക്കുന്നത് കണ്ടു. സമാഗമന കൂടാരത്തിൽ മുഴുവൻ ദൈവസാന്നിധ്യം കൊണ്ട് നിറഞ്ഞിരുന്നു. ഉണങ്ങിയ വടിയെ ഉയർപ്പിക്കുന്നു. ഉണങ്ങിയ എല്ലുകളെ ഉയർപ്പിക്കും. ഉണങ്ങിയ വിശ്വാസത്തെ ഉയർപ്പിക്കുന്നു. ഐസയ 40:29 അവൻ ക്ഷീണിച്ചിരിക്കുന്നവർക്ക് ശക്തി പകരുന്നു, ബലമില്ലാത്തവർക്ക് ബലം വർദ്ധിപ്പിച്ചു കൊടുക്കുന്നു. യേശുക്രിസ്തു എവിടെയെല്ലാം പോയിരുന്നു അവിടെയെല്ലാം അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, വീര്യപ്രവൃത്തികൾ നടന്നിരുന്നു. മുടന്തർ നടന്നു, കുരുടർ കണ്ടു, ചെകിടർ കേട്ടു. പത്രോസിൻ്റെ നിഴലിനെയും അപ്പോസ്തലൻ്റെ പൗലോസിൻ്റെ റൂമാലും കൊണ്ട് കർത്താവ് അതിശയം ചെയ്തു. അതുകൊണ്ട് വചനത്തിൽ നമുക്ക് പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള ഇത് നമ്മുടെ ജീവിതത്തിലും വരുവാനായിട്ട് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കണം. വിശ്വാസം വേണം. ആ ദൈവ സാന്നിധ്യം നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ ബലം പ്രാപിക്കും. നമുക്ക് ആനന്ദം ഉണ്ടാകും, അത്ഭുതങ്ങൾ നടക്കും. ആമീൻ. നമുക്കെതിരെ കടന്നു വരുന്ന ശത്രുക്കൾ അതെല്ലാം മാറിപ്പോകും. ഈ ഒരു വിശ്വാസത്തോടാകുന്നു നമ്മൾ ഏറ്റെടുക്കേണ്ടത്. ദൈവസാന്നിധ്യം എൻ്റെ ജീവിതത്തിൽ എപ്പോഴും ദൈവമേ തരണമേ എന്ന് നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കണം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.